സംസ്ഥാന മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ഭരണ വിലയിരുത്തൽ കൂടിയാണ് കേരളത്തിൽ നടക്കുന്ന 20 ലോക്സഭകളിലേക്കുള്ള തെരഞ്ഞെടുപ്പ്. നിയമസഭാ തെരഞ്ഞെടുപ്പും ലോക്സഭാ തെരഞ്ഞെടുപ്പും വളരെ വ്യത്യസ്തമാണ് എന്നൊക്കെ പറയുമെങ്കിലും അടിസ്ഥാനപരമായി ഇടതുപക്ഷത്തിന് വോട്ട് ഷെയർ കുത്തനെ കുറവാണെങ്കിൽ അതിനർത്ഥം വളരെ കൃത്യമാണ്. കഴിഞ്ഞ തവണ പക്ഷേ അത് ന്യൂനപക്ഷ ഏകീകരണമെന്നും രാഹുൽ ഗാന്ധി എഫക്റ്റ് എന്നും ഒക്കെ പറഞ്ഞ് ഇടതുപക്ഷം അതിശക്തമായി തന്നെ രാഷ്ട്രീയപരമായി നിയമസഭാ തെരഞ്ഞെടുപ്പിലും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലുമൊക്കെ തിരികെ വന്നു. എന്നാൽ ഇക്കുറി ഇടതുപക്ഷത്തിന് അതിശക്തമായ ജനരോഷം എങ്ങുമുണ്ട്. അനധികൃതമായി ധൂർത്തടിച്ചുകൊണ്ട് ലോക കേരള സഭ പോലുള്ള കാര്യങ്ങളിലും കേരളീയം പരിപാടിക്കും അത്തരത്തിൽ ജനങ്ങൾക്ക് ഉപകാരപ്രദമല്ല എന്ന് തോന്നുന്ന പല കാര്യങ്ങളും ഇവിടെ ചെയ്തിരിക്കുന്നു എന്നത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ഇടതുപക്ഷത്തിൻ്റെ ഇപ്പോഴത്തെ നയം എന്താണ് എന്ന് പോലും ഇടതുപക്ഷ നേതാക്കൾക്ക് കൃത്യമായി അറിയില്ല. സഖ്യകക്ഷികൾ എന്താണ് ചെയ്യുന്നത് എന്ന് അവർക്കൊരു ബോധ്യമില്ല. CPIM ഒറ്റയ്ക്ക് അധികാരമുണ്ട്, ഒറ്റയ്ക്ക് ഭരണം ലഭിക്കുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം കഴിഞ്ഞ തവണ ഉരുത്തിരിഞ്ഞു വന്നപ്പോൾ അവരുടെ അഹങ്കാരം വർദ്ധിച്ചു എന്ന് തന്നെ എല്ലാ രാഷ്ട്രീയ നിരീക്ഷകരും പല കോണുകളിൽ നിന്നും കൃത്യമായി പറയുന്നുണ്ട്. അതിനെക്കുറിച്ച് ഇടതുപക്ഷ നേതാക്കൾക്ക് ഒരു കാഴ്ചപ്പാട് പോലുമില്ല. 20 ലോക്സഭാ സീറ്റിൽ വിജയിക്കാൻ തക്ക രീതിയിലുള്ള ഒരു പാർലമെൻ്ററി സ്ഥാനാർത്ഥി പോലും ഇവിടെ ഇല്ല എന്നുള്ള ഒരു ശക്തമായിട്ടുള്ള വികാരമാണ് ഇവിടെ ഉടലെടുത്ത് കഴിഞ്ഞിരിക്കുന്നത്. അതിനിടയിൽ പിണറായി മന്ത്രിസഭയിൽ തന്നെ ഏറ്റവും സീനിയർ മോസ്റ്റ് ആയിട്ടുള്ള EK നായനാർ മന്ത്രിസഭയിൽ വരെ മന്ത്രിയായിട്ടുള്ള ശ്രീ K രാധാകൃഷ്ണനെ എന്തുകൊണ്ട് ആലത്തൂരിൽ അവിടെ തിരഞ്ഞെടുപ്പിൽ മത്സരിപ്പിച്ചു? അത്തരത്തിലേക്കുള്ള ചോദ്യം വളരെ വ്യക്തമായി പറയുന്നൊരു കാര്യമുണ്ട്. ഈനാമ്പേച്ചിയോ മരപ്പട്ടിയോ ചിഹ്നമാണ് ഇലക്ഷൻ കമ്മീഷൻ CPIM കൊടുക്കുന്നതെങ്കിൽ ആ ചിഹ്നം ലഭിക്കാതിരിക്കാനും ദേശീയ പാർട്ടി പദവി കൃത്യമായും അത് കാത്തു സൂക്ഷിക്കാനും കുറഞ്ഞ പക്ഷം കേരളത്തിൽ നിന്നും ജയിക്കേണ്ട സീറ്റുകളുടെ കണക്കുകൾ കൂട്ടിയും കിഴിച്ചും വെച്ചിരിക്കുകയാണ് കേരളത്തിലെ സഖാക്കന്മാർ. അതിലേക്ക് ഒരു നമ്പർ എത്തണമെങ്കിൽ ഏറ്റവും ജനപ്രിയർ എന്ന് അവർക്ക് ബോധ്യമുള്ള സ്ഥാനാർത്ഥികളെ ഇറക്കണം. അതിനോടൊപ്പം തന്നെ പിണറായി വിജയൻ എന്ന വ്യക്തി മുഖ്യമന്ത്രിയായിരിക്കെ അദ്ദേഹം പ്രചരണത്തിന് കാര്യമായി പോകുന്നില്ല എന്നുള്ളത് ഇടതുപക്ഷത്തിൻ്റെ ഒരു പ്രത്യേക സൈക്കോളജിക്കൽ മൂവായി തന്നെയാണ് പലരും കണക്കാക്കുന്നത്. പിണറായി ചെന്നാൽ ഒരുപക്ഷേ അത് ആൻറ്റി ഇൻകംബൻസി ഭരണവിരുദ്ധതയായി മാറുമോ എന്നുള്ള ഭയം ജനങ്ങൾക്കിടയിൽ എന്ന രീതിയിൽ പറയുമ്പോൾ അത് സഹാക്കന്മാർക്കിടയിൽ വരുന്നു എന്നുള്ളതും എടുത്തു പറയേണ്ടതാണ്. ആ ആൻറ്റി ഇൻകംബൻസി എങ്ങനെ മറികടക്കണം എന്ന് ചോദിച്ചാൽ അതിന് ഉത്തരം വളരെ സങ്കീർണമാണ് ഈ ഒരു സാഹചര്യത്തിൽ ഇടതുപക്ഷത്തിനെ സംബന്ധിച്ചിടത്തോളം.